നമസ്കാരം. ഒരു ഇന്ത്യ പാക് യുദ്ധം ഉടനുണ്ടാവുമോ? ഉത്തരം പറയുക അത്ര സാധ്യമായ കാര്യമല്ല. പക്ഷെ സാഹചര്യങ്ങൾ നമുക്കൊന്ന് വിലയിരുത്തി നോക്കിയാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന ലക്ഷണമുണ്ട്. യുദ്ധമെന്ന് ഞാൻ പറയുന്നതിൽ ഒരു ഓപ്പറേഷൻ അതിൻ്റെ ആവശ്യമുണ്ട്. പാകിസ്ഥാന് വടി കൊടുത്ത് അടി വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറിക്ക് ഉത്തരം മുറിപ്പത്തലെന്ന് പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാന് ഇന്ത്യയെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ അവർ അപമാനിച്ചു കൊണ്ടിരിക്കുക ആണ് അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമീപസ്ഥമായിട്ടുള്ള തലങ്ങളിലും വേദികളിലും ഒക്കെ തന്നെ. ഇതിൻ്റെ കാരണമെന്നുള്ളത് നമ്മളൊന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ US ഇറാൻ ചർച്ചകളിലെ ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഇൻ്റർലോക്യൂട്ടറായിട്ട് ഒരു പ്രൊമോഷൻ പാകിസ്ഥാന് ലഭിച്ചു. യുദ്ധം 60 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഹോർമുസ് തൽക്കാലം തുറന്നിട്ടുണ്ട്. ഏതു നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു സോപ്പ് കുമിളയാണ് ഇത്. നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ അല്ല അപഗ്രഥനം. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാണ്. അത് കൂടുതൽ വഷളാവുന്ന തരത്തിലേക്കുള്ള പ്രകോപനങ്ങൾ എമ്പാടും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഓരോന്നായിട്ട് നമുക്ക് അതൊന്ന് അപഗ്രഥിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ അവർ കാണിക്കുന്ന നെറികേടുകളാണ്. നമുക്കറിയാവുന്നതുപോലെ അനധികൃതമായിട്ട് ആ ഭാഗം അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അവിടെ റാവൽകോട്ട്, മുസാഫറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പട്ടാളമിറങ്ങി അവിടുത്തെ ആൾക്കാരെ കൊന്നു. ഏതാണ്ട് 50-ലധികം പേരെയാണ് അവിടെ പട്ടാളക്കാരിറങ്ങി കൊല ചെയ്തത്. കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടെന്ന് പറഞ്ഞിട്ട് ലോക സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഇന്ത്യൻ പൗരയായിട്ടുള്ള അരുന്ധതി റോയ് ഇപ്പോഴും ഉണ്ടല്ലോ. ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. അവർ ഒരു തവണ പോലും അവിടെ സന്ദർശിച്ചിട്ടുമില്ല, ലോക സമൂഹത്തോട് പറഞ്ഞിട്ടുമില്ല. അതാണ് ഇങ്ങനെ കുറേ ഇന്ത്യക്കാരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിലപേശാനിരിക്കുന്ന ചില ആൾക്കാർ. നമ്മുടെ രാഹുൽ ഗാന്ധി മറ്റൊരു ഉദാഹരണമാണ്. അതെന്തുമായിക്കോട്ടെ, ഇവിടെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ നടക്കുന്നത് വലിയ തോതിലുള്ള സാമ്പത്തിക ചൂഷണമാണ്, ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനാണ്. കാരണം അവിടെ ഇപ്പോൾ ആഹാരമില്ല, വെളിച്ചമില്ല. ആഹാരമില്ലാത്തതിന് കാരണം പാകിസ്ഥാനിൽ പൊതുവെ അനുഭവപ്പെടുന്ന വിലക്കയറ്റമാണ്. പണം കൊടുത്താൽ അത് കിട്ടുന്നുണ്ട്. പക്ഷേ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലേക്ക് ഉള്ള സപ്ലൈ ചെയിൻ പാക് ഭരണകൂടം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ പട്ടിണിയിലാണ്. അതിനു പുറമെയാണ് ഇപ്പോൾ സിന്ധു നദിയിൽ നിന്നുള്ള ഒഴുക്ക് കുറഞ്ഞു. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ജലവൈദ്യുതി ഇവർക്ക് സപ്ലൈ ചെയ്യാറില്ല. കാരണം വൈദ്യുതി പാകിസ്ഥാനിലെ മറ്റുള്ള പൗരന്മാർക്ക് കൊടുത്ത് ഇവർക്ക് ഇത് നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരെ രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എതിരെയാണ് അവിടുത്തെ പൗരന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ജോയിൻറ്റ് അവാമി കമ്മിറ്റി എന്നൊന്നുണ്ടാക്കി പ്രക്ഷോഭം നടത്തിയത്. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് 50 പേരെ പാകിസ്ഥാൻ തോക്കിൻ കുഴൽ ഉപയോഗിച്ചുകൊണ്ട് കൊന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് വോട്ടവകാശമില്ല. ഇവിടുത്തെ പൗരന്മാർക്ക് വോട്ടവകാശമില്ല. അവർ പറയുന്നത് ഇവർ കാശ്മീരികളൊന്നുമല്ല, കാശ്മീരി അല്ല ഇവർ സംസാരിക്കുന്നത്, പഹാഡി ഭാഷയാണ്. അതുകൊണ്ട് വോട്ടവകാശമൊന്നും കൊടുക്കാൻ പറ്റില്ല. അവർക്ക് പ്രത്യേക ഒരു ഭരണഘടന പക്ഷേ കൊടുത്തിട്ടുണ്ട്. വോട്ടവകാശം പോലും നിഷേധിക്കപ്പെട്ട ഒരു ഭരണഘടന. മെയിൻ സ്ട്രീമിൽ നിന്ന് അവരെയൊക്കെ മാറ്റി തള്ളി നിർത്തിക്കൊണ്ട് അരികോൽക്കരിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് പാക് അധീന കാശ്മീരിലെ ആൾക്കാരെ ഇങ്ങനെയൊക്കെ അനുഭവിപ്പിച്ചിട്ടാണ് അവർ പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ മനുഷ്യാവകാശമില്ല, സ്വാതന്ത്ര്യമില്ല, ഹിതപരിശോധന നടത്തണം. ഈ കാര്യം ഇപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ അവർ നിത്യവും
ഈ ഖുർആനൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ നിത്യവും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനം പാകിസ്ഥാനിക്കാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വാക്കു വിളിക്കുന്നത് പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പൗരന്മാരെല്ലാം യുവാക്കളുമൊക്കെ ടെററിസം എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ IS കൊടുക്കുന്ന കൂലി വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുക. അവർ നല്ല ഒന്നാന്തരം വിദ്യാഭ്യാസം നേടി, അതുപോലെ തന്നെ ഒന്നാന്തരം സാമ്പത്തിക അഭിവൃദ്ധി നേടി സന്തുഷ്ടരായിട്ട് കഴിയുകയാണ്. വന്ദേ മാതരം പൂർണ്ണമായിട്ടും ചൊല്ലിക്കൊണ്ട് ഇന്ത്യയോട് അവർക്കുള്ള ആ കൂറ് അവർ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതായത് പർദ്ദ ഇട്ടുകൊണ്ടുള്ള സ്ത്രീകളാണ് വന്ദേ ഭാരതം മുഴുവൻ, വന്ദേ മാതരം മുഴുവനായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ മുഴുവനായിട്ട് കാണാതെ പഠിച്ചു ചൊല്ലിയത്. അത്ര ദേശസ്നേഹമുള്ളവരാണ് തങ്ങളെന്ന്, ഇന്ത്യയെ ഞങ്ങൾ മാതാവായി കരുതുന്നു എന്നും ആണയിട്ട് അവർ പറയുന്നതിന് അവരുടെ മതം ഒരു തടസ്സമായിട്ടില്ല. അപ്പോൾ ഇനി കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ്റെയും ഈ അരുന്ധതി റോയിമാരുടെയും ഒക്കെ വാദങ്ങൾ നിരർത്ഥകമായി, ഇന്ത്യയിലെ പലരുടെയും ഒപ്പം വാദങ്ങൾ നിരർത്ഥകമായിരിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. ഇനി ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ആളുകളെ കാണാതാകുന്നു, ഒരിക്കലും പിന്നെ തിരിച്ചു വരുന്നില്ല. പലരും ഇല്ല, പൗരന്മാരെയൊക്കെ എങ്ങനെ മാറ്റുകയാണ്. കാരണം അവർ ഹിന്ദുക്കളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഷ സംസാരിക്കുന്നവരാണെന്ന് അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും, ചോദിക്കാനും പറയാനും പാടില്ല. ഇതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ അകത്ത് തന്നെയുള്ള ധാതു സമ്പന്നമായിട്ടുള്ള ബലൂചിസ്ഥാനിൽ. അവിടെയും ആൾക്കാരെയൊന്നും കാണാനില്ല, പലരും അപ്രത്യക്ഷമാവുകയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇളകി വശായി സഹിക്കാൻ വയ്യാതെ പാക് പട്ടാളത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. അവരെ ഭീകരവാദികളെന്ന് വിളിക്കുന്നു. അവർക്ക് യാതൊരു വിധമായിട്ടുള്ള സാമ്പത്തിക സൗകര്യങ്ങളും പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുന്നില്ല. ധാതു ഖനനം നടത്തി കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെയാണ് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന ഒന്നിനെ, അവരവരുടെ ഭാഗത്ത് തെഹ്രീക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ പക്തൂൺകാരാണ്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് അവരാവശ്യപ്പെടുമ്പോൾ അവരെ കൊല്ലുകയാണ്. അതുപോരാഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണെന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറിയും ആക്രമണം നടത്തുകയാണ് അസീം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം. ഈ അസീം മുനീറിനെ ഇപ്പോൾ ഒരു സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ്. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കളികൾ കഴിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സമയം ചുരുക്കം കൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ തന്നെ പറയാം. അവരിപ്പോൾ വേറൊരു വളരെ വൃത്തികെട്ട ഒരു കളി കളിച്ചിട്ടുണ്ട്. സൈനികമായിട്ട് തന്നെയുള്ള ഒരു നീചമായിട്ടുള്ള ഒരു തന്ത്രം അവർ പ്രയോഗിച്ചിരിക്കുന്നു. അവരുടെ അന്തർവാഹിനിയായിട്ടുള്ള PNS ഹങ്കോർ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1971 ശേഷം ഇതപര്യന്തം ആ ഭാഗത്തേക്ക് വരാതിരുന്നു പാകിസ്ഥാൻ്റെ ഏതൊരു അന്തർവാഹിനിയും പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എയർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അന്തർവാഹിനിയാണ്. മറ്റ് അന്തർവാഹിനിയെപ്പോലെ വെള്ളത്തിന് മുകളിലേക്ക്, അതായത് സമുദ്രത്തിന് മുകളിലേക്ക് വന്നിട്ട് താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരും കാണാതെ ഒളിച്ചു പതുങ്ങി അവിടെ കിടക്കാം. അതാണ് പരിപാടി. ഇന്ത്യ വളരെയധികം സൈനികമായിട്ട് ശ്രദ്ധിക്കാതിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ആൻഡമാൻ ഐലൻഡിന് സമീപമുള്ള പ്രദേശം. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അത് മൈറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് അവിടെ മിലിറ്ററിയലായിട്ടും ഇൻഡസ്ട്രിയലുമായിട്ടും ഉള്ള വലിയ ഒരു വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാരിസ്ഥിതികമായിട്ടുള്ള അനുമതിയെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ തന്നെ ചില പാക് വാദികളുണ്ടല്ലോ, പാക് അനുകൂലമായിട്ടുള്ള നാട്യങ്ങളോടുകൂടിയ സംഘടനകളൊക്കെ, മോദി വിരോധികൾ, ഹിന്ദു വിരുദ്ധർ, അവരൊക്കെ ഇതിനെ എതിർക്കാനും തകർക്കാനും ഒക്കെ എടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കൂടംകുളത്തെ ആണവ നിലയത്തെ എതിർത്ത അതേ മനസ്സോടുകൂടി തന്നെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോടുകൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇച്ഛാശക്തിയുള്ള മോദിക്കൊരു വിഷയവുമല്ല, തടസ്സവുമല്ല. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സാർത്ഥഭാഗ സംഘം മുന്നോട്ട് തന്നെ പോകുന്നു. നായ്ക്കൾ കുരയ്ക്കട്ടെ, വഴിയിൽ കടന്ന് കുരയ്ക്കട്ടെ എന്നുള്ള മട്ടിൽ തന്നെ കാര്യങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി. അതുകൊണ്ടാണ് മോദിയെ പല ഇടതുപക്ഷ കോൺഗ്രസ് ബുദ്ധിജീവികൾക്കും ഇഷ്ടമല്ലാതായി തീർന്നിരിക്കുന്നത്. ഇനി
1971 ശേഷം ഇതുവരെ പാകിസ്ഥാൻ്റെ നാവിക കപ്പലുകൾ ബംഗ്ലാദേശിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു കപ്പൽ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നു. അവിടെ നങ്കൂരമടിച്ചിരിക്കുന്നു. യുദ്ധക്കപ്പലാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഒരു മിലിറ്ററി എൻഗേജ്മെൻറ്റിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഉള്ളത്. അപ്പോൾ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയുടെ ജിയോ സ്ട്രാറ്റജിയെ സംബന്ധിച്ചിടത്തോളം. PNS സെയ്ഫ് എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. അത് 4 ഡേ ഗുഡ് വിൽ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇതത്ര ഗുഡ് വില്ലൊന്നുമല്ല, ഇന്ത്യയോടുള്ള ഒരു ഇൽവിൽ തന്നെയാണ്. ചട്ടോഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത്. സ്ഥലമല്ല, അത് തുറമുഖമാണ്. ചിറ്റഗോങ് എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷമുള്ള 90% ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്, തുറമുഖമാണ്. ആ ചിറ്റഗോങ് ഇത് ഇന്ത്യയും പാകിസ്ഥാനെയായിട്ട് വിഭജിച്ച ആൾക്കാർ കൊടുത്തത് ബംഗ്ലാദേശിനാണ്. വാസ്തവത്തിൽ അത് ഇന്ത്യക്ക് കിട്ടേണ്ട ഒരു തുറമുഖമായിരുന്നു എന്നുള്ളത് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. 81,000 കോടി രൂപയുടെയാണ് പദ്ധതികളിപ്പോൾ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അന്താരാഷ്ട്ര കപ്പലുകൾ അവിടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയും കൂടിയാണത്. സാധാരണഗതിയിലേക്ക് നിയമം അനുസരിച്ച് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് ഇന്ത്യയുടെ തീരത്ത് നിന്ന്, അതായത് ആൻഡമാൻ നിക്കോബാർ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈലോളം പ്രദേശം. 12 നോട്ടിക്കൽ മൈലെന്ന് പറഞ്ഞാൽ 22 കിലോമീറ്റർ ഏരിയ ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഭാഗത്ത് എവിടെയോ ആണ് പാകിസ്ഥാൻ്റെ ഹങ്കോർ എന്ന് പറയുന്ന അന്തർവാഹിനി വന്നിരിക്കുന്നത്. അത് ഇന്ത്യക്കിട്ട് പണിയാൻ വേണ്ടി തുരപ്പൻ പണി കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് അതിന് ചുറ്റും ഒരു എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണുണ്ട് സാധാരണ സമുദ്ര നിയമം അനുസരിച്ച്. അതെന്ന് പറഞ്ഞാൽ 200 നോട്ടിക്കൽ മൈൽസാണ്. 200 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുമ്പോൾ കിലോമീറ്റർ കണക്കാക്കിയ 370 കിലോമീറ്ററാണ്. ആ പ്രദേശത്തിനുള്ളിലാണ് ഈ ഹങ്കോർ വന്ന് ഇരിക്കുന്നത്. ഹങ്കോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹങ്കോറാണ് 1971 ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് കറാച്ചി തീരത്ത് ഉണ്ടായിരുന്ന നമ്മുടെ INS കുക്രി എന്നുള്ള കപ്പലിനെ മുക്കിയത്. ചൈന നിർമ്മിതമായിട്ടുള്ള ഒന്നാണിത്. അത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്, ഇന്ത്യയെ മുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ദേശസ്നേഹമുള്ള, ദേശത്തോട് കൂറുള്ള, പേടിയില്ലാത്ത ഒരു ഭരണകൂടത്തിന് ഇതിനൊന്നും നേരെ നിസ്സഹായമായിട്ട് നിൽക്കേണ്ട ആവശ്യവുമില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടുമാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളുള്ളത്. അതൊന്നും പരസ്യമായിട്ട് പറയാത്ത പല കാര്യങ്ങളുമുണ്ട്, പക്ഷേ പുറത്തു വരുന്ന ചില കാര്യങ്ങളുമുണ്ട്. എന്തായാലും ശരി, ഇപ്പോൾ പണ്ട് ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് എല്ലാ മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യക്ക് എതിരായിരുന്നു. ചൈന എതിരായിരുന്നു. മാവോയിസത്തും ഇന്ത്യയുടെ പതനം ആരംഭിച്ചു എന്ന് തന്നെ പറഞ്ഞു. അമേരിക്കയും എതിരായിരുന്നു. ഇപ്പോൾ സ്ഥിതി അതല്ല. ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞത്? G7 മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കെതിരെ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ മോദി ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇന്ത്യയെ രക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാകിസ്ഥാൻ്റെ കളി ഒന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. പാകിസ്ഥാനെ ഒരു മാമാപ്പണി ചെയ്യുന്ന രാജ്യമായിട്ട് മാത്രമേ അമേരിക്ക കണക്കാക്കുന്നുള്ളൂ. അത്ര ഹൈ എസ്റ്റീമിലൊന്നും അല്ല എടുത്തത്. പക്ഷേ ഇന്ത്യ അങ്ങനല്ല. ട്രസ്റ്റഡ് പാർട്ട്ണർ എന്നാണ് ഈ അമേരിക്ക വിലയിരുത്തുന്നത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്ത്, പങ്കാളി എന്നുള്ള നിലയിലാണ് അമേരിക്ക മൊത്തത്തിൽ, ട്രംപ് മാത്രമല്ല, വിലയിരുത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പിന്തുണ ഇന്ത്യക്കാണ്. കൂടാതെ UAEയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കും. കാരണം എന്താ? UAEയും ഇന്ത്യയും തമ്മിൽ സമഗ്ര സാമ്പത്തിക സൈനിക കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് റഷ്യയുടെ അനുവാദത്തോടു കൂടി ബ്രഹ്മോസ് മിസൈലുകൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം അതും നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉണ്ടാകും. എന്ന് മാത്രമല്ല, ആഫ്രിക്കയിലെ മിക്ക ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കും ഈ പ്രാവശ്യം. അങ്ങനെ ലോകത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെയും ഗ്ലോബൽ സൗത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ ഇക്കുറി ഇന്ത്യക്കുണ്ടാവും. ഇതൊരു യുദ്ധമെന്നുള്ള രീതിയിൽ ഇന്ത്യ കൈകാര്യം ചെയ്യുമെന്ന് കണക്കാക്കേണ്ടതില്ല. കാരണം നരേന്ദ്രമോദി തന്നെയാണ് പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ടൈം ഫോർ വാർ.
ഇറ്റ്സ് ടൈം ഫോർ 2Ds, ഡിപ്ലോമസി ആൻഡ് ഡയലോഗ്. ഇത് രണ്ടുമാണ് അദ്ദേഹം പരമാവധി അതുവഴി പരിഹരിക്കാൻ ശ്രമിച്ചു. അല്ലാതെ ഇങ്ങനെ ഇന്ത്യയെ പ്രകോപിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും വേണ്ടത് തിരിച്ചു ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ യുദ്ധം ഒരാവശ്യമാണ്. കാരണം എന്താ, രാജ്യം മുഴുവൻ പട്ടിണിയിലാണ്, സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, ലോക ബാങ്കുകളുടെ മുമ്പിൽ പിച്ചപ്പാളയുമായിട്ട് നിൽക്കുകയാണ്, കടം തിരിച്ചടയ്ക്കാൻ പണമില്ല, സാധനങ്ങളുടെ വില ഗണ്യമായിട്ട് കൂടി, പെട്രോളിൻ്റെ വില കൂട്ടി. അതിൽ ജനങ്ങൾ പ്രക്ഷുബ്ധരായി എന്നറിഞ്ഞപ്പോൾ, പ്രക്ഷോഭങ്ങൾ നടന്നപ്പോൾ അവിടെ പെട്രോളിൻ്റെ വില കുറച്ചു. പെട്രോളിൻ്റെ വില കുറഞ്ഞപ്പോൾ അടുത്ത പ്രക്ഷോഭം തുടങ്ങി. പെട്രോൾ വിൽക്കുന്ന കമ്പനികൾ ഇത് എന്തൊരു കുറവാണ്, ഞങ്ങൾക്ക് എന്തൊരു നഷ്ടമാണെന്നും പറഞ്ഞപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുക. അങ്ങനെ ഒരു catch 22 സിറ്റുവേഷൻ അതിലാണിപ്പോൾ പാകിസ്ഥാൻ ഉള്ളത്. അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും രക്ഷപ്പെടാനും ജനങ്ങളുടെ ശ്രദ്ധയൊന്ന് മാറിക്കിട്ടാനും പ്രക്ഷോഭങ്ങളെ, അപ്പോൾ അങ്ങനെയായിരുന്നല്ലോ ഇറാനിൽ നടന്നത്, അതുപോലെ ഒന്നിൻ്റെ സമയമാണിത്. അപ്പോൾ ഇന്ത്യയുടെ തോളെ കയറാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നോക്കുന്നത്. അതെന്തായാലും ശരി, അത് നടക്കാൻ പോകുന്നില്ല. വേണ്ടിടത്ത് കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്കറിയില്ല, ഒരു ഓപ്പറേഷൻ 2 സിന്ദൂർ ഓപ്പറേഷൻ 2വിൻ്റെ രൂപത്തിലായിരിക്കും അത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തിരുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ 1ലൂടെ അവിടുത്തെ ചാവേർ നിലങ്ങളായിട്ടുള്ള ചാവേറുകളെ വളർത്തി പരിശീലിപ്പിച്ചിരുന്ന ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഒക്കെ തകർത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ആ പ്രോക്സി വാർ എന്ന് പറയുന്ന നിഴൽ യുദ്ധം അവസാനിപ്പിച്ചത്. ഇനി ഒരു റിയൽ വാർ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പ്രോക്സി വാർ, എന്നാൽ ഇനി ഒരു റിയൽ വാർ ആകാം എന്നുള്ളൊരു മസിൽ പിടുത്തമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ മസിൽ മാത്രമല്ല, എല്ലും കൂടി ഒടിച്ച് ഇത് തകർക്കാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട്. എടുത്തുചാട്ടക്കാരൻ്റെ എല്ലൊടിച്ചേ വിധി എന്ന് പറയുന്ന അനുഭവം തന്നെയായിരിക്കും ഉണ്ടാകുക പാകിസ്ഥാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവും എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ല.